ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾക്കും കിട്ടി ഫസ്റ്റ് ഡേയിൽ തന്നെ എമ്പുരാൻ്റെ ടിക്കറ്റ്. എമ്പുരാൻ ബുക്ക് ചെയ്തതിന് ശേഷം ആദ്യം ഞങ്ങൾ കണ്ടത് പ്രൈം മൂവിയിലെ ലൂസിഫർ ആട്ടോ. ആ ക്യാരക്ടർ ഉൾക്കൊള്ളാനാന്ന് പറഞ്ഞുകൊണ്ട് ജൂനിഷ് ലൂസിഫർ ഇങ്ങനെ വെച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. എക്സാമൊക്കെ തീർന്ന് സ്കൂളൊക്കെ അടച്ചതിന് സന്തോഷത്തിൽ തുള്ളിച്ചാടി വരുന്ന അഗസ്റ്റോയോട് ഞങ്ങൾ പറഞ്ഞു നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. പക്ഷെ അവൻ ലുലു മാള് പാർക്ക് എന്നൊക്കെ പറഞ്ഞാലും സർപ്രൈസ് പൊട്ടിക്കാൻ പറ്റിയില്ല അവൻ. അങ്ങനെ ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോവാന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി അവന്. അങ്ങനെ ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോവുകയാട്ടോ. എമ്പുരാൻ കാണാൻ പോകുമ്പോഴും പഴയ ലൂസിഫറിൻ്റെ ക്യാരക്ടർ ഉൾക്കൊണ്ടിട്ട് വേണം എമ്പുരാൻ കാണാനെന്ന് പറഞ്ഞ് പോകുന്ന വഴിയെല്ലാം ലൂസിഫർ വെച്ചിരിക്കുകയായിരുന്നു കാറ്. ആശീർവാദ് സിനിമാസിലെത്തിയപ്പോൾ അവിടെ എല്ലാം ഫുള്ളായിരുന്നു വണ്ടി. ഒരു വിധത്തിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ തിയേറ്ററിനകത്തെത്തി. തിയേറ്ററിനകത്തെത്തിയാൽ ആദ്യം ചെയ്യുക എന്തായിരിക്കും? അഗസ്റ്റ് ഓടിപ്പോയി പോപ്കോൺ മേടിച്ചു. നേരത്തെ ചെന്നതുകൊണ്ട് പോപ്കോണൊക്കെ കഴിച്ച് കുറച്ചു നേരം മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പുറത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിനകത്തെത്തി. ഞങ്ങൾ 7:20 മൂവിയാണ് ബുക്ക് ചെയ്തത്. മൂവി തുടങ്ങുന്നതിന് കുറച്ചധികം നേരത്തെ ഞങ്ങൾ ചെന്നിരുന്നു. എമ്പുരാൻ എന്ന പേര് ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ തിയേറ്ററിലുണ്ടായ ആരവം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. എമ്പുരാൻ്റെ ആക്ഷൻ രംഗങ്ങളും സൗണ്ട് മേക്കിങ്ങുകളും പറയാതെ വയ്യ. എല്ലാവർക്കും ലൂസിഫറിനേക്കാളും ഒത്തിരി ഇഷ്ടപ്പെട്ടു എമ്പുരാൻ. മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു.